സംസ്ഥാനത്തെ വൈദ്യുതി നിയന്ത്രണത്തിൽ ഏറ്റവും കൂടുതൽ വലയുന്നത് പ്രായമായവരും കിടപ്പ് രോഗികളുമാണ്. ഒരാളുടെ സഹായമില്ലാതെ ഒന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാത്തവർക്ക് രാത്രികാലങ്ങളിൽ വെളിച്ചവും കാറ്റും കൂടി ഇല്ലാതായാലുള്ള ബുദ്ധിമുട്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. പ്രായാധിക്യവും രോഗങ്ങളും മൂലം കിടപ്പിലായ 2 വയോജനങ്ങളുടെ ഒരു വീട്ടിൽ വൈദ്യുതി മുടങ്ങിയാൽ എന്താണ് അവസ്ഥയെന്ന് മനീഷ് മഹിപാൽ കാട്ടിത്തരും. ആലപ്പുഴ നഗരസഭയിൽ സനാതനപുരം വാർഡിൽ 9:55 ആലപ്പുഴ സെഷനിലെ വീടുകളിലൊക്കെ തന്നെ കറണ്ട് പോകുന്നത്. ഞാൻ നിൽക്കുന്നത് ഇവിടെ സിറ്റി ലാൻഡ് എന്ന ഒരു വീട്ടിൽ കാസിമിന്റെ വീട്ടിലാണ്. ഇപ്പോൾ സമയം 10:15. അതായത് വൈദ്യുതി പോയി കഴിഞ്ഞ് ഏകദേശം ഒരു 20 മിനിറ്റ് സമയമായി. ഈ വീട്ടിൽ 85 വയസ്സ് പ്രായമുള്ള കാസിം, അദ്ദേഹം കിടപ്പിലാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും ഇവിടെയുണ്ട്. അവർ അതായത് ഇവർക്ക് ഒരു ആശ്രയത്തിന് വീട്ടിലെ ആളുകൾ തന്നെ കൂടെ വേണം. അങ്ങനെ കറണ്ട് പോകുന്ന ഘട്ടത്തിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. 88 വയസ്സുള്ള വാപ്പ കിടപ്പിൽ തന്നെയാണ്. അദ്ദേഹത്തിന് എന്തിനും കൂടെ ഒരാൾ വേണം. ഒപ്പം തന്നെ ഇവിടെ ഉമ്മയുണ്ട്. ഉമ്മയ്ക്കാണെങ്കിലും ആഹാരം എടുത്തു കൊടുക്കാനും മരുന്നിനും ഒക്കെ തന്നെ ഒരാൾ വേണം. കറണ്ട് പോകുന്ന ഘട്ടത്തിൽ ഇത് ഇൻവെർട്ടറൊന്നും ഇല്ലാത്ത സാധാരണക്കാരായ ഒരു കുടുംബമാണ്. അവരുടെ വീടാണ്. ഉമ്മ, ഈ കറണ്ട് പോകുന്നതേ ആ സമയത്ത് വലിയ ബുദ്ധിമുട്ടാവുമോ? ഒന്നുണ്ടല്ലേ? ഉണ്ട്, ബുദ്ധിമുട്ടുണ്ട്. മൂത്രം ഒഴിക്കാനൊന്നും പോകാനൊക്കത്തില്ല. കഞ്ഞി കുടിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും കറണ്ട് പോണ എളുപ്പം. കൊതുകടി? കൊതുകുണ്ട്. കൊതുകിന്റെ വലിയ ശല്യമാണ്. ഉഷ്ണം വരുമ്പോ എന്ത് ചെയ്യും? ഉഷ്ണം വരുമ്പോ എന്ത് ചെയ്യാനാ? പെറല എഴുന്നേറ്റ് നിൽക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, ഇല്ലെങ്കിൽ തുണിയെടുത്ത് വീശും. ഈ അടുപ്പ് 2-3 ദിവസമായിട്ട് ഇപ്പോൾ പവർ കട്ടുണ്ട്. അത് ഈ പ്രായമായ അച്ഛനമ്മ ഉള്ളിടത്ത് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത്തരത്തിലുള്ള പാലിയേറ്റീവ് കെയർ വേണ്ട ആളുകൾക്കൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വാർഡ് കൗൺസിലർ ഉണ്ട്. അദ്ദേഹത്തിന് നിരന്തരം ഈ വൈദ്യുതി പോകുന്ന സമയത്ത് ആളുകൾ വിളിക്കുന്നുണ്ട്. KCB വിളിച്ചാൽ എടുക്കുന്നില്ല. മറ്റ് അത്യാവശ്യ ഘട്ടങ്ങളൊക്കെ തന്നെ അങ്ങനെ അത്ര ആളുകൾ വിളിക്കുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങളുള്ളതും കിടപ്പ് രോഗികളുള്ളിടത്തൊക്കെ അവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ എപ്പോഴാണ് കറണ്ട് പോകുന്നത്. ഇന്നിപ്പം ഇപ്പോൾ 10:15 ഈ ഒരു സമയത്ത് പോയിരിക്കുകയാണ്. ഇപ്പം പകൽ സമയങ്ങളിലായാലും പല പ്രാവശ്യങ്ങൾ പോവുകയും രാത്രിയിലൊക്കെ പല പ്രാവശ്യങ്ങൾ പോവുകയും ഈ 10 വർഷം കഴിഞ്ഞ 10 വർഷം ഇപ്പോഴത്തെ ഒരു 12 വയസ്സുള്ള 10 വയസ്സ് കഴിഞ്ഞൊരു 12 വയസ്സൊക്കെ ഉള്ള കുഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പവർ കട്ടായി. പക്ഷേ ഇപ്പം അവരെല്ലാം പഠിക്കും. വൈദ്യുതി നിയന്ത്രണം എന്നാണ് സർക്കാർ ഇതിനെ പറയുന്നത്. അതായത് ഇതിൽ വ്യക്തത ഇപ്പോഴും വരുത്തിയിട്ടില്ല. പക്ഷേ ഇതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. അവിടെ പ്രായമായ ആളുകളുള്ള സ്ഥലങ്ങൾ, കുട്ടികളുള്ള, ഗർഭിണികളുള്ള വീടുകളിലൊക്കെ തന്നെ ഇങ്ങനെ വൈദ്യുതി പോകുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. ക്യാമറാമാൻ കണ്ണൻ മുഹമ്മയ്ക്കൊപ്പം റിപ്പോർട്ടർ മനീഷ് മഹിപാൽ, ഇൻ റിപ്പോർട്ടർ, ആലപ്പുഴ. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സർക്കാർ, പ്രിയപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട സണ്ണി ജോസഫ് അങ്ങ് ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ ജനങ്ങളുടെ കഷ്ടപ്പാടും പ്രയാസവും അങ്ങ് വിചാരിച്ചാൽ ഒരു ദിവസം കൊണ്ട് വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയില്ല. പക്ഷേ എപ്പോൾ കറണ്ട് പോകും, എപ്പോൾ കറണ്ട് വരും എന്നുള്ള വിവരം KCB അതാത് ഫീഡറുകളിൽ അതാത് സ്റ്റേഷൻ പരിധിക്കുള്ളിലെങ്കിലും അറിയിക്കാനൊരു സംവിധാനം ഉണ്ടാവണം. ഒരു മെസ്സേജായിട്ടെങ്കിലും അത് ഉപഭോക്താക്കൾക്ക് കയ്യിലെത്തിയാൽ അവരതിനുള്ള തയ്യാറെടുപ്പുമായിട്ടിരിക്കും. കറണ്ട് വന്നിട്ടേ അവർ കഞ്ഞി കുടിക്കും, ഇല്ലെങ്കിൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന കഞ്ഞിക്ക് കൂടെ വേറെ പലതും വായിലേക്ക് കയറിപ്പോകും. പ്രേക്ഷകരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പ്രായമായവരുള്ള വീട്ടിൽ, കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ ഒക്കെ വല്ലാത്ത ബുദ്ധിമുട്ടാണ്.